ഹായ് ഹലോ, ഇന്നൊരു ബീട്രൂട്ട് മെഴുക്കുവരട്ടിയാണ് തയ്യാറാക്കുന്നത്. കുറച്ച് സ്പൈസി ആയിട്ടാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് 2 ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. ചെറിയ 2 സവാളയും ഒരു പച്ചമുളകും കൂടി എടുത്തു. ബീട്രൂട്ടൊന്ന് കനം കുറച്ച് നീളത്തിലൊന്ന് അരിഞ്ഞു വെക്കണം. വളരെ കനം കുറച്ചാണ് അരിഞ്ഞിരിക്കുന്നത്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞ് ചേർക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴറ്റിയെടുക്കണം. അതൊന്ന് വഴറ്റിയതിന് ശേഷം സവാളയും പച്ചമുളകും കൂടി ചേർക്കാം. അതൊന്ന് ഇളക്കി കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ചെറുതായി സോഫ്റ്റായി വരുമ്പോൾ ബീട്രൂട്ട് അരിഞ്ഞത് കൂടി ചേർക്കാം. അതൊന്ന് ഇളക്കി കൊടുക്കണം. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് അതൊന്ന് വേവിച്ചെടുക്കണം. ബീട്രൂട്ടൊക്കെ ഒന്ന് പാതി വെന്തതിന് ശേഷം മുളക് പൊടിയൊക്കെ ചേർക്കാം. ഒന്ന് അടച്ച് വെച്ചു. 2-3 മിനിറ്റിന് ശേഷം അതൊന്ന് ഇളക്കി കൊടുക്കണം. വീണ്ടും അടച്ചു വെച്ച് അതൊന്നുകൂടി വേവിച്ചെടുക്കണം. ഇനി അതിലേക്ക് അവരവരുടെ എരിവിന് ആവശ്യമായിട്ടുള്ള 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണോ മുളക് പൊടി ചേർക്കാം. അതൊന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ബീട്രൂട്ട് നന്നായിട്ട് വെന്തതിന് ശേഷം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയും മുളക് പൊടിയും ഒക്കെ ചേർക്കുമ്പം അതിന് പ്രത്യേക ഒരു ഫ്ലേവർ വരും. നല്ല ടേസ്റ്റാണ് ചോറൊക്കെ കഴിക്കാനായിട്ട്. ഇപ്പം ബീട്രൂട്ടൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്തു. ആദ്യം സവാളയിൽ ഉപ്പ് ചേർത്തേ ഉള്ളായിരുന്നു. ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി അതൊന്ന് ഇളക്കി വീണ്ടും ഒന്ന് അടച്ച് വെച്ച് 2-3 മിനിറ്റ് വേവിക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചതാണ് ചേർത്തത്. അതൊന്ന് ഇളക്കി കൊടുത്ത് ഇനി അതൊന്ന് റോസ്റ്റാക്കി എടുക്കണം. ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വെച്ചാൽ മതിയാവും. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയും കൊടുക്കണം. കനം കുറച്ചാണ് ബീട്രൂട്ട് അരിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ റോസ്റ്റായി കിട്ടും. ഒന്നുകൂടി അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ മെഴുക്കുവരട്ടിക്ക് വെളുത്തുള്ളിയുടെയും കുരുമുളകിൻ്റെയൊക്കെ ഫ്ലേവറാണ് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പം നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് അതൊന്ന് റോസ്റ്റാക്കി എടുക്കണം. ഇപ്പോൾ അത് ഏകദേശം റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി അത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ കാണുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. ഇനി മറ്റൊരു വീഡിയോയിൽ കൂടി കാണാം. താങ്ക് യു.